ഏഴരശനി അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് ഈ ഏഴരശനി എന്ന് പറയുന്ന സമയത്ത് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാകുക. ഒക്കെ കഷ്ടങ്ങൾ കൂടുതലുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് കഷ്ടങ്ങൾ കൂടുതലുണ്ടാകുക, സാമ്പത്തികം കുറവുണ്ടാകുക, അതേപോലെ തന്നെ വീട്ടിൽ ചേർച്ചയില്ലാതെ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ദോഷങ്ങളാണ്, അല്ലെങ്കിൽ കൂടുതൽ ദുരിതങ്ങളാണ് അവരനുഭവിക്കുക. അപ്പോൾ ഏഴരശനി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജനിച്ചിട്ടുള്ള രാശിയുടെ 12ാം ഭാവത്തിൽ ശനി വരുമ്പോൾ അതങ്ങനെ ആണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് 2.5 കൊല്ലം കഴിയുമ്പോഴാണ് ആ രാശിയിൽ നിന്ന് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുക. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി 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 വരുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹം ജനിച്ചിട്ടുള്ളതായ നക്ഷത്ര രാശിയുടെ തലേ രാശിയിൽ വരുമ്പോൾ അവിടെ ഏഴരശനി തുടങ്ങും. ആ രാശിയിലേക്ക് ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ അടുത്ത രാശിയിലേക്ക് ഇറങ്ങുമ്പോഴും അങ്ങനെ 3 രാശി 2.5 2.5 2.5 അങ്ങനെ 7.5 കൊല്ലം ആ ഏഴരശനി കഴിഞ്ഞു അങ്ങോട്ട് പോവുക. ആ ഏഴരശനി അവിടെ കഴിഞ്ഞ് മാറുമ്പോഴേക്കിനും വളരെ കഷ്ടങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ ജന്മശനിയും ഏഴരശനിയും കൂടിയിട്ടാവും അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ വീട്ടിലൊക്കെ കഷ്ടതകൾ ഉണ്ടാകുക, പലതരത്തിലുള്ളതായ ശത്രുബാധാദോഷങ്ങൾ വരാനായിട്ടുള്ള 100% സാധ്യതകൾ, അതേപോലെ തന്നെ ദൃഷ്ടിബാധകൾ, സ്ഥലപരമായിരിക്കുന്ന ദേവതകളുടെ ഉപദ്രവങ്ങൾ, അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളതായ ധർമ്മദൈവങ്ങൾ, ആ ധർമ്മദൈവ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രമില്ല അവരെ തറകളൊക്കെ വെച്ച് ആചരിക്കുന്നതാണെന്ന് വെച്ചെങ്കിൽ അവർ ആദ്യം ദുരിതത്തിലായിട്ടുണ്ടായിരിക്കും. കാരണം കൃത്യമായിട്ട് എല്ലാവരും ഈ ദൈവങ്ങളെ ആചരിക്കുന്ന ഒരു സമ്പ്രദായത്തിലുണ്ടാവില്ല മിക്കവാറും. ഇതൊക്കെ ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അതിൻ്റെ പകുതി അധികം കഴിയുമ്പോഴോ അവരൊക്കെ നന്നാക്കാനോ ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, അതേപോലെ തന്നെ ദാമ്പത്യ കലങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പിരിഞ്ഞു പോവുക, അതേപോലെ തന്നെ വഴക്കും പ്രശ്നങ്ങളുണ്ടാക്കുക, കേസ് വഴക്കുകളുണ്ടാക്കുക, സമാധാനം ഉണ്ടാകാത്ത അവസ്ഥകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ആവശ്യ സമയത്ത് ഉറക്കമുണ്ടാവില്ല, അതേപോലെ തന്നെ ആലോചിച്ച് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകുക, അതേപോലെ തന്നെ ആ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ വിട്ടുപോകേണ്ട അവസ്ഥകൾ വരിക. ഇനിയൊരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ മരിച്ചു പോകുകയാണ് എന്ന് മനസ്സിൽ സ്വയം തോന്നിക്കേണ്ട അവസ്ഥകൾ വരിക. അതേപോലെ തന്നെ ജോലി എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ ആ ജോലിക്ക് മുടക്കം വരണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകണം. സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ തൊഴിൽശാലകളൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് തൊഴിലാളികളും നടത്തുന്ന വ്യക്തികളായിട്ട് വളരെ കാര്യങ്ങളില്ലാതെ തന്നെ അത് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കട അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരണം, അല്ലെങ്കിൽ തൊഴിലാളികൾ വിട്ടുമാറണം, അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, സാധനം ഇറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ദുരിതങ്ങൾ ഒരു മുതലാളിയാണ് അല്ലെങ്കിൽ കടയുടെ ഓണറാണ് ഇത് ഏഴരശനി അനുഭവിക്കുന്നത് വെച്ചെങ്കിൽ അദ്ദേഹം അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ തൊഴിലാളിക്കുള്ളൂ. അപ്പോൾ തൊഴിലാളിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഏഴരശനി വന്നാലും അവരുടെ വീട്ടിലും വേണ്ടുന്ന പ്രശ്നങ്ങളുണ്ടാകുക. അപ്പോൾ ആ സമയത്തുമല്ല വഴക്കോ പ്രശ്നങ്ങളുണ്ടാകുക. ആ വഴക്ക് പൊട്ടിപ്പുറപ്പെട്ട് അത് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ ചെന്നിട്ടാവും പിന്നീട് അവസാനിക്കുക. അപ്പോൾ സ്റ്റേഷനിലോ കോടതിയിലൊക്കെ ചെന്നിട്ട് അദ്ദേഹത്തിന് അത് മുട്ടുകുത്തിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അത് ഈ ആളുകൾ തന്നെ ചെന്നിട്ട് ചിലപ്പോൾ വല്ല കർമ്മികളിലെ ഇരുത്തുക, അല്ലെങ്കിൽ അതേപോലെ ഉഗ്രമായിരിക്കുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ അവരുടെ നാശത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ നിവർത്തിക്കുമ്പോൾ ആ ബാധാമൂർത്തികളും ഇവരെ വന്നിട്ട് ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഇതൊന്നും സാധാരണ ആളുകളൊന്നും ഈ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ആദ്യം ചിന്തിക്കില്ല. സാധാരണ ഒരു പൈസ ഇല്ല അല്ലെങ്കിൽ പണിയില്ല, അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തള്ളും. പക്ഷേ ഇത് കൂടുതൽ ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ കൂടുതലായി അത് മറ്റേ ചക്രത്തിൻ്റെ ഇടയിൽ കയറൊക്കെ ചുറ്റിയ മാതിരിയാവും. പിന്നെ ഓടാൻ പറ്റാത്ത അവസ്ഥയാവും, വണ്ടി നീങ്ങാത്ത അവസ്ഥയാവും. അങ്ങനെ വരുമ്പോഴാവും ഇത് ഏതുകൊണ്ടാണെന്ന് ചിന്തിക്കുക. അപ്പോഴായിരിക്കും ഏഴരശനിയുണ്ട്, ദുരിതങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്, കർമ്മതടസ്സമുണ്ട്, പ്രേതദോഷമുണ്ട്, സർപ്പദുരിതമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അതിനനുസരിച്ച് ഇദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോക്കാനോ ചെയ്യാനോ പൈസ ഉണ്ടാവില്ല. അത് പിന്നെ ആവാം, അങ്ങനെ നമുക്ക് വന്നുകൊടുത്ത് വെച്ച് കാണാം, അതെല്ലാവരും അനുഭവിക്കണേ അല്ലേ എന്ന് വിചാരിച്ച് ചിലവർ നീങ്ങും. ചിലവരുള്ള കാശൊക്കെ ആശുപത്രിയിൽ കൊണ്ടുകൊടുക്കും, ഡോക്ടർമാരെ മാറി കാണും, അവർക്ക് എന്നാലും സുഖാവില്ല. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ 100% വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ രോഗമായിട്ട് തരംതിരിഞ്ഞാലും ആ രോഗത്തിൽ നിന്നും മാറണമെങ്കിൽ ചിലപ്പോൾ മരുന്ന് കൊണ്ട് മാത്രമായിന്ന് വരില്ല. മരുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിൽ പിടിക്കണമെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളതായ ദുരിതങ്ങളുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞാൽ മരുന്ന് തന്നെ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതികരിക്കുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെയാണ് ഏഴരശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ദുരിതങ്ങളുണ്ടാകുക. അപ്പോൾ വരുന്ന ദോഷങ്ങളെ ശത്രുദോഷങ്ങളോ മറ്റുണ്ടെങ്കിൽ നീക്കി
അതേപോലെ തന്നെ അവരുടെ കുടുംബ നാലാമയിടത്ത് കുടുംബ ദൈവങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ ആ കുടുംബ ദൈവങ്ങൾ ചിലപ്പോൾ അവർ കൃത്യമായിട്ടുള്ളതൊരു സ്ഥാനത്തായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ അവരിൽ ശത്രുദോഷങ്ങളോ പ്രേതദുരിതങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള കർമ്മങ്ങളോ വിളക്ക് വെപ്പില്ലാതെ വരുമ്പോൾ അവർ നശിച്ച് മണ്ണടിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇവരും ദോഷത്തിന് വരിക, പുറത്തുനിന്നും ദോഷത്തിനുള്ളവരൊക്കെ വരിക. അപ്പോൾ ഈ ദൈവിക ശക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ളതായ ഉപദ്രവങ്ങളെ കൂടുതൽ കാണിക്കുക. അപ്പോൾ ഈ പൈശാചികതയും ശത്രുദോഷങ്ങളൊക്കെ കർമ്മമുഖാന്തരങ്ങളെ കൊണ്ട് നീക്കി ധർമ്മദൈവാദികളെ കൃത്യമായിട്ട് ആചരിച്ച് അവർക്ക് ചൈതന്യപ്പെടുത്തി അവരുടെ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കണ്ട് ആ സ്ഥാനത്തിന് കാണണമെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ആ ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം നല്ലൊരു തച്ചുശാസ്ത്രജ്ഞനെ കണ്ട് ആചാര്യമെന്നും പറയും ആശാരിയെന്നും പറയും. അപ്പോൾ നല്ലൊരു ആശാരിനെ കൊണ്ടുവന്നിട്ട് കുറ്റിയടിച്ച് ആ വിധിപ്രകാരം തന്നെ അവർക്ക് സ്ഥാനനിർണ്ണയം നടത്തി ഇതാണ് കുടി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ കുടിവെച്ച് ആരാധിക്കുമ്പോഴേ ആ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങൾ തീരും. അങ്ങനെ വരുന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് അവർക്ക് നമ്മളതിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരവസ്ഥയായി തീരും ദൈവങ്ങൾക്ക് തന്നെ. അപ്പോൾ ദൈവങ്ങളും പോയിട്ടുണ്ടാവും, കൈവിട്ട് പോയിട്ടുണ്ടാവും, നമ്മുടെ അവസ്ഥ അതിങ്ങനെ ആയി ഉണ്ടാവും. അപ്പോൾ ഏഴരശനി പോലുള്ള സമയങ്ങളിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അത് അനുഭവിക്കാത്തവർ വിരളമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങളൊക്കെ തീർത്ത് ഭാവിയിലേക്ക് ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ കൃത്യമാക്കുക. അപ്പോൾ ഈ ഏഴരശനിയിൽ തന്നെ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ വീഴ്ചയ്ക്ക് സാധ്യതയുള്ളതൊക്കെയാണ്. വീഴാനുള്ളതായ സാധ്യതകൾ കൂടുതലുണ്ടാകും. വാഹനത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വീണ് കൈകാലൊക്കെ ഒടിഞ്ഞിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയോ എത്ര പൈസ കിട്ടിയാലും അതിലേറെ ചിലവുകൾ ഇപ്പോൾ ഡോക്ടർക്കും മരുന്നിനും കൊടുത്ത് അതേപോലെ തന്നെ മന്ത്രവാദിക്കും കാശ് കൊടുത്തിട്ടൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നിട്ടും കൃത്യമായിട്ടുള്ള ചിലപ്പോൾ ഒരു ഫലം ഉണ്ടായെന്ന് ചിലപ്പോൾ വരില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളതായ ഒരു എന്താണ് സുഖമില്ലാത്തൊരവസ്ഥയിൽ മാനസിക രോഗിയെ പോലെ തന്നെ ആകാനുള്ളതായ സാധ്യതകളുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് അല്പെങ്കിലും ഒരു ദൈവിക വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ അന്ധവിശ്വാസമായിട്ട് നമ്മൾ വേറെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതല്ല. നമുക്ക് ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം, ഞാൻ പറഞ്ഞു വിളക്ക് വെച്ച് ആരാധിക്കുക, ഭഗവാനെ എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ എന്നെങ്കിലും പറയാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിന്. ചിലർക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല, ചിലവർ അച്ഛന്മാരായിട്ട് തന്നെ വിശ്വാസം ഉണ്ടാവില്ല. ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുന്ന കൂട്ടത്തിലായിരിക്കും. അവരുടെ മക്കൾക്കും സ്വാഭാവികമായിട്ട് ഇതേപോലെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല, ദൈവങ്ങളോട് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളും മറ്റും വരുമ്പോൾ ഇതേപോലെ തന്നെ സമയങ്ങളിൽ ആർക്കും ഇതിനെ കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു ബുദ്ധി തോന്നുന്നുണ്ട്. ദൈവികമായിട്ടുള്ളൊരു അടുപ്പോ ഒന്നുമില്ലാതെ വരുമ്പോൾ അങ്ങനെ വിഷമങ്ങളുണ്ടാകുക. അപ്പോൾ ഇത് ഏഴരശനി എന്നുള്ളത് അത് മാറ്റാൻ പറ്റില്ല ഒരിക്കലും. അത് അതിൻ്റെ സമയം കഴിഞ്ഞാൽ തന്നെ വിട്ടുമാറുള്ളൂ. അതുപോലെ കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടുമാറേണ്ടി വരിക, ആ കുടുംബക്കാർ തമ്മിലുള്ള ഛിദ്രങ്ങളുണ്ടാകുക, വഴക്കുകൾ പ്രശ്നങ്ങളുണ്ടാകുക, സാമ്പത്തികമായിട്ടുള്ളതായ ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുക, കുടുംബത്തിൽ നിന്ന് വിട്ട് മാറി ഓടി ഒളിച്ച് നിൽക്കേണ്ട അവസ്ഥകൾ വരിക, കടക്കാർ വരിക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കേണ്ടതാണ്. എന്നാൽ ഈ ശനിദേശം കഴിഞ്ഞാലോ, ശനിദേശം കഴിഞ്ഞാൽ എന്തുമാത്രം നശിപ്പിച്ചിട്ടുണ്ട് വെച്ചാൽ അതിലേറെ നമ്മളുണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ ആ ഏഴരശനി എന്ന് പറഞ്ഞ കാലഘട്ടം വളരെ ദുരിതവും ദയനീയവുമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ എത്ര വലിയ ഒരു പണക്കാരനായാലും ശരി, ഇപ്പോൾ തൊഴിലുടമയായാലും ശരി, അവരൊക്കെ ഒരു ഒരു ഭിക്ഷക്കാരൻ്റെ ആ ലെവലിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇവർക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ചിലവർ വിശ്വാസമുള്ളവരുണ്ടാവും, ചിലർ വിശ്വാസികളല്ലാത്തവരുണ്ടാവും. വിശ്വാസികളല്ലാത്തവർ ശരിക്കും ഇറങ്ങിയിട്ട് തന്നെ പോകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏതൊരു ഹിന്ദു കുടുംബത്തിലും ദൈവികമായിട്ടുള്ളതായ ചുറ്റുപാടുകളും അതേപോലെ തന്നെ വെച്ച് ആരാധന ഉണ്ടായിരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. ആചരിക്കാത്തതുകൊണ്ടാണ് അവരില്ലാഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ കുടുംബം, എവിടെയാണ് നമ്മുടെ തറവാട്, നമ്മുടെ അച്ഛൻ എവിടെ നിന്ന് വന്ന്, അച്ചാച്ചൻ എവിടെ നിന്ന് വന്ന്, മുത്തച്ഛൻ എവിടെ നിന്ന് വന്ന്, അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് അത് ആ തലത്തിലേക്ക് എത്തുക. ആ തറവാട്ട് ക്ഷേത്രം അവിടേക്ക് എത്താനോ നോക്കുക, അതിൽ പങ്കുകൊള്ളുക, അവർക്ക് വന്നിരുന്ന ദോഷങ്ങളതിനെ തീർക്കുക, ശാരീരികമായിട്ടുള്ള അവശത ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക, മറ്റുള്ളതായ ദുരിതങ്ങളുണ്ടെങ്കിൽ അതിനെ മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നന്നാവും. അതേപോലെ തന്നെ ഹിന്ദു ഒന്ന് വിട്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് പറഞ്ഞിരിക്കുന്നതായ കുമ്പസാരം, ഞായറാഴ്ചകൾ പോകുന്നത്, പള്ളി പോക്ക്, അതേപോലെ തന്നെ സെമിത്തേരിയിലൊക്കെ ചെന്നിട്ട് അവർക്ക് ഒപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക, മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാം, ഈ കുടുംബ പ്രാർത്ഥനകൾ ചെയ്യുക. അതേപോലെ തന്നെ ധ്യാനത്തിന് പോകണമെന്ന് പറയില്ല, പക്ഷെ അവരുടേതായ ആ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. അതുപോലെ മുസ്ലിം സഹോദരങ്ങളാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് നിസ്കാരം, അതേപോലെ തന്നെ ദിക്ർ, അതേപോലെ നോമ്പുകൾ, അവർക്ക് പറഞ്ഞിട്ടുള്ള 5 നേരം നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എത്ര വല്ല ശക്തമായിട്ടുള്ളതായ ഉപദ്രവങ്ങളോ ദോഷങ്ങളോ
ശനിദോഷങ്ങളോ ജാതകവശാൽ ശനിദോഷങ്ങളോ അതേപോലെ തന്നെ ഈശ്വരാധീനം ഇല്ലായ്ക ഒക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് ഭഗവാന്റെ അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് അതൊരു വഴിയായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര നമ്മളൊരു കാരാഗ്രഹത്തിൽ കിടക്കായാലും നമുക്ക് അവിടെ നിന്ന് പുറത്ത് കിടക്കേണ്ടതായൊരവസ്ഥ ആ ഈശ്വരൻ തന്നെ കാണിച്ചു തരും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.